എല്ലാവർക്കും പുതിയൊരുള്ളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ലൈറ്റ്റൂം ബേസിക് എഡിറ്റിൻ്റെ പാർട്ട് 2 ആയ കേവ് ടൂൾ എഡിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ കേവ് ടൂൾ നമുക്ക് നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ കേവ് ടൂൾ സിമ്പിളായിട്ട് ചെയ്യാം, പിന്നെ അതിൻ്റെ അകത്ത് എങ്ങനെ കോൺട്രാസ്റ്റ് ഹൈലൈറ്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ്. പിന്നെ അതിൻ്റെ അകത്തുള്ള 3 കളേഴ്സ് ഉണ്ട്, റെഡ്, ബ്ലൂ, ഗ്രീന്. അതൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ കെയർ ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ്സിലേക്ക് പോവാം. ലൈറ്റ്സ് ടൂളിൻ്റെ തൊട്ട് മണ്ടലായിട്ട് കെയർന്ന് കാണാം. ഇതാണ് നമ്മുടെ കെയർ ടൂൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് കെയർ ടൂൾ ഓപ്പൺ ആക്കുമ്പം നമുക്കിവിടെ 2 പോയിൻ്റ് കാണാം. ഏറ്റവും താഴത്തെ പോയിൻ്റാണ് ഡാർക്ക്, ഏറ്റവും മണ്ടലത്തെ പോയിൻ്റാണ് വൈറ്റ്. അപ്പോൾ നമ്മുടെ ഡാർക്ക് പോയിൻ്റ് ഏറ്റവും മണ്ടോട്ട് കൊണ്ടുവരും, നമ്മൾ ഫോട്ടോ ഫുള്ള് വൈറ്റ് ആവും. അതുപോലെ തന്നെ നമ്മൾ ആ പോയിൻ്റ് ഫുള്ള് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് പണ്ടത്തെ ഒരു ഇമേജ് വരും. ഇപ്പോൾ മണ്ടലത്തെ പോയിൻ്റായ വൈറ്റ് നമ്മൾ ഫുള്ള് ഡൗൺ ചെയ്യുവാണ്, നമുക്ക് കാണാം നമ്മുടെ പിക്ക് ഫുള്ള് ബ്ലാക്ക് ആവുന്നത്. ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ 2 പോയിൻ്റ് നടുക്കായിട്ടൊരു 3 പോയിൻ്റുണ്ട്. ആദ്യത്തെ പോയിൻ്റാണ് ഷാഡോസ് എന്ന് പറയുന്നത് നമ്മുടെ പിക്കിൻ്റെ അകത്ത് ഏറ്റവും ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗമാണ് ഷാഡോസ്. നെഴല് പോലെ ഇരിക്കുന്ന ഭാഗമാണ് ഷാഡോസ്. അടുത്ത പോയിൻ്റാണ് മിഡ് ടോണ്. അതിൻ്റെ അടുത്ത പോയിൻ്റാണ് ഹൈലൈറ്റ്സ്. മിഡ് ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഡോസും അല്ല ഹൈലൈറ്റ്സും അല്ലാത്തൊരു റീജനാണ് മിഡ് പോയിൻ്റ്. അപ്പോൾ നമ്മുടെ അടുത്ത പോയിൻ്റ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോയ്ക്ക് അത് ഏറ്റവും കൂടുതൽ വെട്ടം വരുന്ന ഏരിയയാണ് ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ഈ ഹൈലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഷാഡോസും മിഡ് ടോൺസും ഹൈലൈറ്റ്സുമാണ് നമ്മുടെ കെയർ ടൂളിനകത്ത് മെയിൻ പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റ്സ് ഉപയോഗിച്ച് നമുക്കെങ്ങനെ ഫോട്ടോയുടെ കോൺട്രാസ്റ്റും ഹൈലൈറ്റ്സും അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്കിത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ ഹൈലൈറ്റ്സ് കാണാം. അപ്പം നമ്മുടെ ഹൈലൈറ്റ്സ് ഇതാണ് പോയിൻ്റ്, ഹൈലൈറ്റ്സിൻ്റെ പോയിട്ട് നമുക്കിതൊന്ന് അപ്പ് ചെയ്ത് നോക്കാം. നമുക്കിതിപ്പോൾ അപ്പ് ചെയ്യുന്ന കാണാം. കൃത്യമായി ഏറ്റവും കൂടുതൽ ബ്രൈറ്റസ് ആയിട്ടുള്ള പാർട്ട് നല്ലതായിട്ട് ബ്രൈറ്ററായിട്ട് കയറി വരുന്നത്. ഇതിൻ്റെ അകത്ത് ബ്രൈറ്ററായി പെടുന്ന തന്നെ ഇലയുള്ള ഭാഗങ്ങളാണ് ബ്രൈറ്ററായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒന്ന് ഡൗൺ ചെയ്ത് നോക്കാം. ഡൗൺ ചെയ്ത് നോക്കാൻ നമുക്ക് കാണാവുന്നതാണ് ആ കൃത്യമായി ലൈറ്റ് കൊണ്ട ഭാഗം ഒന്ന് ഡിമ്മായിട്ടൊരു ഫേഡ് ലുക്ക് വരുന്നത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിക്കിൻ്റെ അകത്തുള്ള ബ്ലാക്ക് ആയിട്ട് നല്ലോണം ബ്ലാക്ക് ആവുകയും ഡാർക്ക് ആയിട്ട് ഒന്നുകൂടെ ബ്രൈറ്റ് ആവുകയും ചെയ്യും കോൺട്രാസ്റ്റ് കൂട്ടിക്കുന്നത്. നമുക്ക് അതിനുവേണ്ടി ചെയ്യേണ്ട ആദ്യമേ ഈ ഹൈലൈറ്റ്സിലെ പോയിൻ്റ് ഒരു പൊടി മുകളിലോട്ട് പോക്കുക, ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ താഴെ ഷാഡോസിൻ്റെ ഭാഗം ഒരു പൊടിക്കതായിട്ട് ഓർക്കുക. അപ്പോൾ നമുക്ക് കാണാമെന്നാണ് നമ്മുടെ പിക്കിലെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ആയിരിക്കുന്നത്. അപ്പം നമ്മൾ മിക്ക ഫോട്ടോയിലും കാണാവുന്നതാണ് ഒരു ഫെയ്ഡ് എഫക്റ്റ്. ഫെയ്ഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മിക്ക മൂഡി ഫോട്ടോസിലാണ് നമ്മൾ കാണാറ്. അപ്പോൾ നമുക്ക് ആ ഫെയ്ഡ് എഫക്റ്റ് എങ്ങനെ കിട്ടുന്ന അറിയാൻ വേണ്ടി നമുക്ക് നോക്കാം. അപ്പം ഞാൻ പണ്ടത്തെ പോലെ തന്നെ പോയിന്റുകളെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ ഫെയ്ഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഏറ്റവും താഴെ ആയിട്ടുള്ള ഡാർക്കസ്റ്റ് പോർഷൻ ആയിട്ടുള്ള ആദ്യത്തെ പോയിട്ട് നിങ്ങൾ പൊടിക്ക് മുകളിലോട്ട് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങൾ ആ ഷാഡോസ് ഒരു പൊടിക്കതായിട്ടൂടെ കൊണ്ടുപോകാം. അപ്പോൾ നമുക്കൊരു ഒരു ഫെയ്ഡ് എഫക്റ്റ് കിട്ടും. ഇത്രയുള്ള നമുക്ക് ഫെയ്ഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത്. നമുക്കിനി അടുത്തത് നോക്കാം. അപ്പം നമുക്കിവിടെ ഒരു 3 കളേഴ്സ് ഉണ്ട് ഇവിടെ, റെഡ്, ഗ്രീന്, ബ്ലൂ. അപ്പോൾ നമുക്ക് ഇനി റെഡെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ റെഡിൻ്റെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, നമ്മൾ റെഡിൻ്റെ ഇത് കൂട്ടുമ്പോൾ നമുക്ക് കാണാം ഒരു ഫോട്ടോയ്ക്ക് ഓവറോൾ ഒരു റെഡിഷ് കളർ വരും. അപ്പോൾ ഓരോ ഫോട്ടോ ഇടുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കളറിലേക്ക് നിങ്ങൾക്ക് മാറുന്ന കാണാം. പിന്നെ ഇപ്പോൾ റെഡിലെ മിഡ് ടോൺസ് ഒരു പോയിന്റ് ശേഷം ഒന്ന് അപ്പ് ചെയ്ത് നോക്കാം. നമുക്ക് കാണാവുന്നതാണ് കൃത്യ ഗ്രീനിഷ് ഭാഗങ്ങളായാലും റെഡ് കളർ കയറി വരുന്ന കാണാം. റെഡിഷ് ടോണിലേക്ക് വരും. അപ്പം നമ്മളിപ്പോൾ റെഡ് കുറയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ് റെഡിൻ്റെ ഓപ്പോസിറ്റ് സൈനിലേക്ക് കയറി വരുന്നതാണ്. അടുത്ത നമുക്ക് ഗ്രീനിലേക്ക് പോവാം. മിഡ് ടോൺസിന് ഇപ്പോൾ ഒരു ഗ്രീനിൽ ഒരു പോയിന്റ് ഇടുന്നുണ്ട്. നമുക്കിപ്പോൾ മിഡ് ടോണിന് ശേഷം മുകളിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ഗ്രീനിഷ് എഫക്റ്റ് കയറി വരുന്നതാണ്. അതിപ്പം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് കളറായ മജന്തയിലോട്ട് കയറി വരുന്നതാണ്. പിന്നെ അടുത്ത ബ്ലൂയിലേക്ക് പോവാം. മിഡ് ടോണ് കൂട്ടുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് ഒരു ബ്ലൂയിഷ് എഫക്റ്റ് കയറി വരുന്നത്. കൃത്യം ബ്ലൂ ഉള്ള ഭാഗങ്ങളിൽ കൃത്യമായിട്ട് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബ്ലൂ ടോൺ കുറയ്ക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു യെല്ലോ എഫക്റ്റ് കയറി വരുന്നത് കാണാം.
അപ്പോൾ നമുക്ക് നമ്മുടെ കെയർ ടൂൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തേർഡ് പാർട്ടായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കളർ ടൂളാണ്. കളർ ടൂളിൻ്റെ അകത്ത് കളർ പാനലും പിന്നെ കളർ ടൂളിൽ നമ്മൾ ടെമ്പറേച്ചർ സാച്ചുറേഷൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ സംശയങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി എൻ്റെ ഡിസ്ക്രിപ്ഷൻ വെച്ച് കിടന്ന് നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരു മെസ്സേജ് അയക്കുക എനിക്ക്. അപ്പോൾ എനിക്ക് അറിയാവുന്നതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ പിന്നെ കാണാം.